കല്യാശ്ശേരിയിലെ കള്ളവോട്ട് വിഷയത്തിൽ റീപോൾ സാധ്യമല്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്ത വയോധികയുടെ വോട്ട് അസാധുവായി കണക്കാക്കുമെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി അറിയിച്ചു. സംഭവത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കല്യാശ്ശേരി എടക്കാടൻ വീട്ടിലെ 92കാരി ദേവിയുടെ വോട്ട് CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ രേഖപ്പെടുത്തിയതാണ് വിവാദമായത്. ചുമതലയിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ CPIM ഏജന്റ് വോട്ടിംഗ് പ്രക്രിയയിൽ ഇടപെടുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നതോടെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. പിടിക്കപ്പെട്ടു നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി 4 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കൊണ്ട് എന്താ പ്രയോജനം? ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ 26-ാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം. ഈ ഗണേശനെയൊക്കെ അകത്തിടണം. വീട്ടിലെ വോട്ട് പദ്ധതി അട്ടിമറിക്കാൻ CPIM ശ്രമിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. കള്ളവോട്ടാരോപണം പാർട്ടി പരിശോധിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പ്രതികരണം. ഞാനത് ചന്ദ്രനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അത് ഒരു ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും അന്യായമായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്യാശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ റീപോളിംഗ് സാധ്യമല്ലെന്ന് മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. അതിൽ റീപോൾ നടത്താനുള്ള പ്രൊവിഷൻസ് ഇല്ല. ആ വോട്ട് നമ്മൾ അസാധുവാക്കും. സംഭവത്തിൽ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ 1-ാം പ്രതിയാക്കി കണ്ണപുരം പോലീസ് കേസെടുത്തു. 5 പോളിംഗ് ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 24 കാസർഗോഡ്.